എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോകാൻ പോകുകയാണ്. പക്ഷേ ബസ്സിലോ ട്രെയിനിലോ അല്ല, ഒരു വലിയ കപ്പലിൽ കടലിലൂടെ ഒരു യാത്ര. റെഡിയല്ലേ എല്ലാവരും? നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് സീ ഫീവർ എന്നാണ്. ജോൺ മേസ്ഫീൽഡ് എന്ന ഇംഗ്ലീഷ് കവിയാണ് ഇതെഴുതിയത്. ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പനി അല്ലേ? അപ്പോൾ സീ ഫീവർ എന്ന് പറഞ്ഞാലോ? കടൽപ്പനി. എന്താണ് ഈ കടൽപ്പനി? കടലിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, വീണ്ടും വീണ്ടും കടലിലേക്ക് പോകാനുള്ള ഒരുതരം ഭ്രാന്ത്, അതാണ് ഈ കവിതയുടെ വിഷയം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മനസ്സാണ് കവി നമുക്ക് മുന്നിൽ തുറന്നുവയ്ക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഐ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോകണം എന്നല്ല, എനിക്ക് പോയേ പറ്റൂ എന്നാണ്. ഒരു നിർബന്ധം അതിലുണ്ട്. എവിടേക്കാണ് കവിക്ക് പോയേ പറ്റൂ എന്ന് പറയുന്നത്? ടു ദ സീസ് അഗെയിൻ, വീണ്ടും കടലിലേക്ക്. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം മുൻപും കടലിൽ പോയിട്ടുണ്ട്. പക്ഷെ കരയിൽ വന്നിട്ടും അദ്ദേഹത്തിന് സമാധാനമില്ല. അദ്ദേഹത്തെ കടൽ മാടി വിളിക്കുകയാണ്. എങ്ങനെയുള്ള കടലിലേക്കാണ് പോകേണ്ടത്? ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഒറ്റപ്പെട്ട കടലും ആകാശവും. അവിടെ വേറെ ആരുമില്ല, കടലും ആകാശവും മാത്രം. ആ ഒരു ഏകാന്തത കവി ആഗ്രഹിക്കുന്നു. എന്തൊരു മനോഹരമായ തുടക്കമാണല്ലേ? അങ്ങനെ കടലിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹർ ബൈ. അദ്ദേഹം ആകെ ചോദിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ടോൾ ഷിപ്പ്, ഒരു വലിയ പായ്ക്കപ്പൽ. പിന്നെ ആ കപ്പലിന് വഴി നടത്താൻ ടു സ്റ്റിയർ ഹർ ബൈ, ഒരു നക്ഷത്രം, എ സ്റ്റാർ. പണ്ടുകാലത്ത് നാവികർ രാത്രിയിൽ ദിക്കറിയാൻ നക്ഷത്രങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അപ്പോൾ യാത്ര ചെയ്യാൻ ഒരു കപ്പലും വഴി കാണിക്കാൻ ഒരു നക്ഷത്രവും. ഇത് രണ്ടും മതി അദ്ദേഹത്തിന്. വളരെ ലളിതമായ ആഗ്രഹങ്ങൾ അല്ലേ? ഇനി ആ യാത്ര തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കൂ. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. കപ്പലിന്റെ വീൽ, അതായത് ചുക്കാൻ തിരിക്കുമ്പോൾ കയ്യിലൊരു തട്ട് കിട്ടും, അതാണ് വീൽസ് കിക്ക്. അത് അദ്ദേഹത്തിന് അനുഭവിക്കണം. പിന്നെ ദ വിൻഡ് സോങ്, കാറ്റിന്റെ പാട്ട് കേൾക്കണം. കാറ്റടിക്കുമ്പോൾ ഒരുതരം പാട്ടുപോലെ തോന്നാറില്ലേ? അത്. പിന്നെ ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, വെള്ളപ്പായ്കൾ കാറ്റിൽ ആടിയുലയുന്നത് കാണണം. ഇതൊക്കെ ഒരു കപ്പൽ യാത്രയുടെ തുടക്കത്തിലുള്ള കാഴ്ചകളും ശബ്ദങ്ങളുമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് വീണ്ടും അനുഭവിക്കണം. അതുമാത്രമല്ല, ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. കടലിന്റെ മുഖത്ത് പടരുന്ന ചാരനിറത്തിലുള്ള മഞ്ഞ്, മിസ്റ്റ്. പിന്നെ ചാരനിറത്തിൽ പ്രഭാതം വിടരുന്നത്, എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ളൊരു കാഴ്ചയാണത്. ആ ഒരു ശാന്തമായ, മനോഹരമായ പ്രഭാതം കടലിൽ വച്ച് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഈ 4 വരികളിൽ തന്നെ എത്ര മനോഹരമായ ചിത്രങ്ങളാണ് കവി വരച്ചുവെച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് ആ കപ്പലിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. ഇവിടെയും കവി തുടങ്ങുന്നത് അതേ വരി വെച്ചാണ്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ്. എനിക്ക് വീണ്ടും കടലിലേക്ക് പോയേ പറ്റൂ. എന്തിനാണ് പോകേണ്ടത്? ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ്, ഒഴുകുന്ന വേലിയേറ്റത്തിന്റെ വിളി കേട്ടിട്ട്. ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റവും വേലിയിറക്കവും. കടൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്. ആ വിളി അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുള്ള വിളിയാണത്? ഇസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അതൊരു വൈൽഡ് കോളാണ്, വന്യമായൊരു വിളിയാണ്, വളരെ ശക്തമായ ഒന്ന്. അതുപോലെ എ ക്ലിയർ കോളാണ്, വളരെ വ്യക്തമായൊരു വിളിയാണ്. ആ വിളി കേട്ടെന്ന് നടിക്കാൻ കഴിയില്ല. ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്, അതിനെ നിരസിക്കാൻ സാധിക്കില്ല. പ്രകൃതിയുടെ ആ വിളിക്കു മുന്നിൽ അദ്ദേഹം നിസ്സഹായനാണ്. അദ്ദേഹത്തിന് പോയേ മതിയാവൂ. അത്രയ്ക്കും ശക്തമാണ് കടലിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രണയം. ഈ യാത്രയ്ക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാലാവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്. അദ്ദേഹം ആകെ ചോദിക്കുന്നത് കാറ്റുള്ളൊരു ദിവസമാണ്. ആകാശത്ത് വെളുത്ത മേഘങ്ങൾ പാറി പറന്നു നടക്കണം. എന്തിനാണ് കാറ്റുള്ള ദിവസം? പായ്ക്കപ്പലോടണമെങ്കിൽ കാറ്റ് വേണമല്ലേ? അപ്പോൾ നല്ല കാറ്റുള്ളൊരു ദിവസമാണ് യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ലത്. കവി ഒരു യഥാർത്ഥ നാവികനെ പോലെയാണ് ചിന്തിക്കുന്നത് അല്ലേ? ഇനി ആ കാറ്റുള്ള ദിവസത്തെ മറ്റ് കാഴ്ചകൾ എന്തൊക്കെയാണ്? ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോണ്ട് സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. കപ്പലിൽ തിരകൾ വന്നടിക്കുമ്പോൾ വെള്ളം തെറിക്കില്ലേ? അതാണ് ഫ്ലങ് സ്പ്രേ. പിന്നെ തിരകൾ പതയുമ്പോൾ ഉണ്ടാകുന്ന നുരയും പതയും കാറ്റിൽ പറന്നുപോകും. അതാണ് ബ്ലോണ്ട് സ്പ്യൂം. പിന്നെ കടൽക്കാക്കകൾ കരയുന്ന ശബ്ദം, ദ സീഗൾസ് ക്രൈയിങ്.
ഇതെല്ലാം കടൽത്തീരത്ത് പോകുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാഴ്ചകളും ശബ്ദങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും അതെല്ലാം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റാൻസിയിലേക്ക് പോകാം. ഇവിടെയും കവി അതേ വരി ആവർത്തിക്കുന്നു. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. എനിക്ക് വീണ്ടും കടലിലേക്ക് പോയേ പറ്റൂ. എങ്ങനെയുള്ള ജീവിതത്തിലേക്കാണ് പോകേണ്ടത്? ടു ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. ഒരു വാഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആൾ. ജിപ്സി എന്ന് പറഞ്ഞാലും അതുപോലെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോ വാഗ്രന്റ് ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും കെട്ടിയിടപ്പെടാതെ സ്വാതന്ത്ര്യത്തോടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു ജീവിതം. അതാണ് നാവികന്റെ ജീവിതം. ഇന്നൊരു തുറമുഖത്ത്, നാളെ മറ്റൊരിടത്ത്. ആ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ജീവിതം എങ്ങനെയുള്ളതാണ്? ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ വെർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. കടൽക്കാക്കയുടെ വഴിയും തിമിംഗലത്തിന്റെ വഴിയും, അതായത് കടലിലെ ജീവികളെപ്പോലെ പ്രകൃതിയോടിണങ്ങി അതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവിതം. ആ വഴിയിൽ കാറ്റെങ്ങനെയുള്ളതാണ്? ലൈക്ക് എ വെറ്റഡ് നൈഫ്. മൂർച്ച കൂട്ടിയ കത്തി പോലെ. വെറ്റഡ് എന്ന് പറഞ്ഞാൽ മൂർച്ച കൂട്ടിയ. അപ്പോ കത്തികൊണ്ട് മുറിക്കുന്നത് പോലെ അത്രയ്ക്കും തണുത്ത ശക്തമായ കാറ്റാണ് അവിടെയുള്ളത്. അത് ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം, പക്ഷേ ആ ഒരു വെല്ലുവിളി നിറഞ്ഞ ജീവിതമാണ് കവി ഇഷ്ടപ്പെടുന്നത്. സുഖമുള്ള ജീവിതമല്ല, സാഹസികമായ ജീവിതമാണ് അദ്ദേഹത്തിന് വേണ്ടത്. ഈ അലഞ്ഞുതിരിയുന്ന ജീവിതത്തിൽ അദ്ദേഹം മറ്റെന്താണ് ആഗ്രഹിക്കുന്നത്? ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൻ ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ. അദ്ദേഹം ആകെ ചോദിക്കുന്നത് ഒരു മെറി യാണാണ്. യാണെന്ന് പറഞ്ഞാൽ കഥ, മെറി എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ. അപ്പോൾ സന്തോഷം നിറഞ്ഞ ഒരു കഥ ആരിൽ നിന്നാണ് കേൾക്കേണ്ടത്? ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ, ചിരിക്കുന്ന ഒരു സഹയാത്രികനിൽ നിന്ന്. ഫെല്ലോ റോവർ എന്ന് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്യുന്ന, തന്നെപ്പോലെ അലഞ്ഞു തിരിയുന്ന മറ്റൊരാൾ. അപ്പോ ആ ഏകാന്തമായ യാത്രയിൽ ഇടയ്ക്കൊരു കൂട്ടുകാരന്റെ ചിരിയും അവൻ പറയുന്ന രസകരമായ ഒരു കഥയും അദ്ദേഹം ആഗ്രഹിക്കുന്നു. മനുഷ്യബന്ധങ്ങൾക്കും അദ്ദേഹം വില നൽകുന്നുണ്ടല്ലേ? അങ്ങനെ ആ സാഹസികമായ ജീവിതത്തിന്റെ അവസാനം അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? ആൻഡ് ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. ഒരു ക്വയറ്റ് സ്ലീപ്പ്, ശാന്തമായൊരു ഉറക്കം. പിന്നെ എ സ്വീറ്റ് ഡ്രീം, ഒരു മധുരമായ സ്വപ്നം. എപ്പോഴാണിത് വേണ്ടത്? വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. ട്രിക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിലെ ജോലിയുടെ ഒരു ഷിഫ്റ്റാണ്. ഒരു ദീർഘമായ ജോലിക്ക് ശേഷം ശാന്തമായ ഒരു ഉറക്കം എല്ലാ നാവികരും ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ കവി ഒരു പക്ഷേ ജീവിതം എന്ന ലോങ് ട്രിക്കിനെക്കുറിച്ചായിരിക്കാം സംസാരിക്കുന്നത്. കഠിനാധ്വാനം നിറഞ്ഞ സാഹസികമായ ഒരു ജീവിതയാത്രയ്ക്ക് ശേഷം ശാന്തമായൊരു മരണവും നല്ല ഓർമ്മകളും അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്തൊരർത്ഥവത്തായ വരികളാണല്ലേ? അപ്പോൾ ഈ കവിതയിലൂടെ ജോൺ മേസ്ഫീൽഡ് നമ്മളോട് പറയുന്നത് എന്താണ്? കടലിനോട്, പ്രകൃതിയോട്, സാഹസികമായൊരു ജീവിതത്തോടുള്ള അടങ്ങാരത്ത ആഗ്രഹത്തെക്കുറിച്ചാണ്. അതൊരു സാധാരണ ആഗ്രഹമല്ല, അതൊരു പനി പോലെ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ്. ആ വിളി കേട്ടെന്ന് നടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഓരോ സ്റ്റാൻസയിലും ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് എഗെയിൻ എന്ന് ആവർത്തിക്കുന്നത് ഈ ശക്തമായ ആഗ്രഹത്തെ കാണിക്കാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കടൽ യാത്ര ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000606633 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.